ഹലോ. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ എങ്ങോട്ടാണെന്നല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു നാട്ടിൻപുറത്തുകാരിയാണെന്ന്. അപ്പോൾ ഞങ്ങടെ നാട്ടിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞിൻ്റെ 38ാം ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ നാട്ടിൽ ചെറിയൊരു തോടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളത് തോടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പാറപ്പുറത്തൂടെയാണ് ആ തോടിലോട്ട് പോവേണ്ടത്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പാറയിൽ മൊത്തം വെള്ളവും നല്ല വഴുക്കലും ഉണ്ട്. കുറേ പായലൊക്കെ ഉണ്ട്. അപ്പം വളരെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ടൊക്കെ അങ്ങനെ തോടിലോട്ട് എത്തിച്ചേർന്നു. അങ്ങനെ വെള്ളം കണ്ടപ്പോഴത്തേക്ക് അതാ വെള്ളത്തിലൊക്കെ ഇറങ്ങി. പിന്നെ പറയണ്ടല്ലോ, പിള്ളേർക്ക് ഈ വെള്ളമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും വെള്ളത്തിലൊക്കെ കിടന്ന് കളിക്കുക അതൊക്കെ ഒരിതാണ്. അപ്പോൾ അങ്ങനെ അവർ വെള്ളത്തിൽ കിടന്ന് കളിക്കുകയാണ്. ഒരു ഭാഗത്താണെങ്കിൽ ഇതാ ചെറിയൊരു വാട്ടർഫോൾ പോലെയാണ് താഴോട്ട്. വെള്ളം ഇവിടെ നിന്ന് ഒഴുകി അങ്ങ് താഴോട്ട് പോകും. അല്പം താഴ്ചയുണ്ട്. നല്ല വഴുക്കലും ഉണ്ട് അവിടെ നിൽക്കുമ്പോൾ. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ പിള്ളേരെ മുകളിലോട്ട് വിട്ടാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഒരു ചേച്ചിയും മോളും കൂടെ ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലോട്ട് നോക്കി നിന്നപ്പോൾ കുറേ മീൻകുട്ടന്മാരൊക്കെ കിടന്ന് വെള്ളത്തിനകത്ത് കിടന്ന് കളിക്കുന്നു. ഇത് കണ്ടപ്പോൾ മോക്കും മോനും ആഗ്രഹം മീൻ പിടിക്കണമെന്ന്. അങ്ങനെ അവരുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. അങ്ങനെ ഞങ്ങൾ ചേട്ടൻ സമ്മതിച്ച് അങ്ങനെ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. അപ്പോൾ അവിടെ നേരത്തെ ഒരു ചേച്ചി മോളും കൂടെ കുളിക്കുകയായിരുന്നെന്ന് പറഞ്ഞല്ലോ. അവരുടെ കയ്യിൽ നിന്ന് തോർത്തും കപ്പൊക്കെ വാങ്ങി ഞങ്ങൾ മീൻ പിടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ മോൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മീൻ പിടിക്കാൻ. അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായി മീൻ കിട്ടിയപ്പോൾ. അങ്ങനെ കുറച്ച് മീനൊക്കെ കിട്ടി. അങ്ങനെ മീൻ കിട്ടുന്തോറും ഭയങ്കര സന്തോഷം. ഹായ് ഹായ് കിട്ടിയല്ലോ ആ ഒരിത്. അങ്ങനെ പിടിച്ചതിന് ശേഷം എല്ലാം കപ്പിലോട്ടാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് തളർന്ന് മീൻ പിടിച്ചു. അങ്ങനെ ചേട്ടനും അനിയനും കൂടെ തുടങ്ങി മീൻ പിടുത്തം. ചേട്ടൻ്റെ അങ്ങനെ ഒരു മീനൊക്കെ ചാടിപ്പോയി. എന്നാലും ചേട്ടൻ വിട്ടില്ല, അതിനെ പിടിച്ച് കപ്പിലാക്കി ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയാണ് ഞങ്ങൾക്ക് കിട്ടിയ മീൻ. കുറച്ച് മീനൂടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ തോർത്തും കപ്പും തന്ന് സഹായിച്ച ചേച്ചിക്ക് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.